ജിഹോക്കും എപ്പോഴെങ്കിലും കൺഫ്യൂസ്ഡ് ഒക്കെ ആകുമ്പോഴത്തേക്കും കപ്പലുമായിട്ട് കടലിന്റെ നടുക്കൊക്കെ വന്നിരിക്കും. പിന്നീട് കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആയി കഴിയുമ്പോഴത്തേക്കുമാണ് അവിടെ നിന്ന് പോകുന്നത്. ഫ്യൂച്ചർ എന്താണെന്ന് ആർക്കും അറിയുവാനായിട്ട് സാധിക്കുകയില്ല. പക്ഷെ നമ്മൾ രണ്ടുപേരും ഫ്യൂച്ചർ എന്താണെന്ന് കണ്ടിട്ട് വന്നവരാണ്. സൂമിനെ ഒരിക്കലും ഈസി ആയിട്ട് തോൽപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് നീ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അതിനർത്ഥം നീ കുറെ കൂടി പുരോഗമിച്ചു എന്ന് തന്നെയാണ്. ഇനി നമുക്ക് രണ്ടുപേർക്കും കൂടി കുറച്ചും കൂടി പ്ലാനൊക്കെ ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകാം. നിനക്ക് ഉറപ്പായിട്ടും വിജയിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ചീഹുക്കും അവൾക്ക് ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യുന്നു. ബർത്ത്ഡേക്ക് ചീഹുക്കായിട്ട് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പ്രപ്പോസലിനൊക്കെ ചിഹുക്കിന്റെ അടുത്തും അവൾ നന്ദി പറയുകയാണ്. പിറ്റേ ദിവസം ഓഫീസിലെത്തുന്ന ജിയോൺ ആകട്ടെ എല്ലാവരുടെയും അടുത്ത് അവൾ എൻഗേജ്ഡ് ആയെന്നൊക്കെ പറയുന്നു. മിൻഹ്വാനെ ഒഴിവാക്കണമെന്ന കാര്യമൊക്കെ ജിയോൺ തീരുമാനിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും അടുത്ത് എൻഗേജ്ഡ് ആയ കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും ഇതെല്ലാം അറിഞ്ഞിട്ട് മിൻഹ്വാന്റെ ശരിക്കുമുള്ള മുഖം കൂടി കാണുകയാണെങ്കിൽ മിൻഹ്വാന് അത് വലിയൊരു തകർച്ചയായി മാറുമെന്ന കാര്യം അവൾക്ക് നന്നായി തന്നെ അറിയാം. ഈ വീക്കെൻഡിൽ നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ മിൻഹ്വാന് വലിയൊരു പണി കൊടുക്കുവാൻ പോകുകയാണെന്നൊക്കെ ജിവൺ പറയുന്നുണ്ട്. പക്ഷെ അവന് ജപ്പാൻ വരെ ഒന്ന് പോകേണ്ടത് കൊണ്ട് തന്നെ അന്ന് വരുവാൻ സാധിക്കുകയില്ല എന്നും അറിയിക്കുന്നു. പക്ഷേ അവളെ കൊണ്ട് അതൊക്കെ ചെയ്യുവാൻ സാധിക്കുമെന്ന വിശ്വാസം അവനും ഉണ്ടായിരുന്നു. മിൻഹ്വാനും ജിവണിനെയും കൂട്ടിക്കൊണ്ടൊരു ഫാമിലി ഡിന്നറൊക്കെ പോകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ആ ഒരു വിവരം സൂവിനെയും അറിയിക്കുന്നു. പിന്നെ മിൻഹ്വാന്റെ അമ്മയാകട്ടെ ഒരു കുക്കിങ്ങിന്റെ ക്ലാസ് ഒക്കെ കൂടുവാനായിട്ട് പോയ കാര്യം കൂടി സൂമിനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ജൂറാനാകട്ടെ നിങ്ങൾ രണ്ടുപേരും കൂടി ജീവണിന് വേണ്ടി മറ്റെന്തെങ്കിലും സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്യുകയാണോ എന്ന് സൂമിനോടും മിൻഹ്വാനോടും ചോദിക്കുന്നു. അപ്പോഴേക്കും ഹയോണും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മിൻഹ്വാന്റെ ഫാമിലി ഡിന്നറിന്റെ പ്ലാനൊക്കെ ഹയോണും കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ജീവൺ അവിടെ എത്തിയിട്ട് മിൻഹ്വാൻ ഇത്രയ്ക്ക് വലിയൊരു സർപ്രൈസ് ഒക്കെ നൽകിയത് കൊണ്ട് തന്നെ ഇനിയും ഒരുപാട് സർപ്രൈസ് ഒക്കെ നൽകുമെന്ന് വിചാരിച്ചിട്ടാണ് അവൾ ഇരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ അവളുടെ എക്സ്പെക്ടേഷൻ ഒക്കെ വളരെയധികം കൂടുതലുമാണ്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്നൊക്കെ മിൻഹ്വാൻ ചോദിക്കുമ്പോഴത്തേക്കും ഹയോണാകട്ടെ നീ അവളെയും കൂട്ടിക്കൊണ്ട് ഷോപ്പിങ്ങിന് പോകണം. ഫാമിലി ഡിന്നറിന് മുമ്പായിട്ട് അവൾക്ക് ബാഗും ഡ്രസ്സും ഒക്കെ മേടിച്ചു കൊടുക്കണമെന്ന് മിൻഹ്വാന്റെ അടുത്ത് ആവശ്യപ്പെടുന്നു. ഇനി സൂമിന്റെ അടുത്ത് ഇവൾക്ക് ഇടുവാനുള്ള ഷൂസ് ഒക്കെ നീ വേണം മേടിച്ചു കൊടുക്കുവാനെന്നും പറയുന്നുണ്ട്. ജീവൺ വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ജീവനെ കാണുവാനായിട്ട് സൂമിൻ എത്തിയിരിക്കുകയാണ്. നിനക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞിട്ട് അവളാകട്ടെ രണ്ട് ഷൂസ് ഒക്കെ ജീവണ് നൽകുന്നു. ഇതിനു മുമ്പാകട്ടെ ജീവണിനെ കൊണ്ടായിരുന്നു ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന രീതിയിൽ ഈ ഒരു ഷൂസ് ഒക്കെ സുമിൻ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ജീവൺ മരിക്കുന്ന ദിവസം ആകട്ടെ സൂമിനായിരുന്നു ഈ ഒരു ഷൂസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. ജീവണും ആ ഒരു ഷൂസ് ഒന്നും മേടിക്കുവാനായിട്ട് തയ്യാറാകുന്നില്ലെങ്കിലും സൂമിൻ അത് വീടിന്റെ ഉള്ളിലേക്കൊക്കെ കയറ്റി വയ്ക്കുകയാണ്. ഇനി എന്റെ വിവാഹത്തിന് വേണ്ടി ഞാൻ മറ്റൊരു സമ്മാനം കൂടി കരുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ സുമിൻ മറ്റൊരു കാര്യം പറയുന്നു. അതായത് ഒരു കുക്കിംഗ് ക്ലാസ് ഒക്കെ നടക്കുന്നുണ്ട്. ആ കുക്കിംഗ് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് സോമിന്റെയും ജീവന്റെയും പേരൊക്കെ അവൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നിച്ച് പോയാലോ എന്നൊക്കെ ആയിരുന്നു സുമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മുൻപ് നടക്കാത്ത ഒരു കാര്യമാണ്. മിനുഹാന്റെ അമ്മയും കുക്കിംഗ് ഒക്കെ പഠിക്കുന്നത് ഇതേ സ്ഥലത്താണ്. ജീവണും സുമിന്റെ അടുത്തുള്ള പെരുമാറ്റമൊക്കെ മാറ്റിയത് കൊണ്ട് തന്നെ സോമിനും ഇപ്പോൾ അവൾക്കിട്ട് പണി കൊടുക്കുവാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ജീവൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എങ്കിൽ പോലും സോമിനോട് ക്ഷമിക്കുകയാണെന്നും കൂടി ജീവൻ അറിയിക്കുന്നുണ്ട്. ജീവണും സോമനും കൂടി കുക്കിംഗ് ക്ലാസ്സിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അവിടെ ആകട്ടെ മിൻഹുവിന്റെ അമ്മ നിൽക്കുന്നതൊക്കെ ജീവൻ ശ്രദ്ധിക്കുന്നു. ക്ലാസിന്റെ സമയത്ത് 2 മണിക്കൂർ മാത്രമാണ് അവർക്ക് അവിടെ പാർക്ക് ചെയ്യുവാനൊക്കെ അവസരമുള്ളത്. പക്ഷെ അമ്മയാകട്ടെ 6 മണിക്കൂറോളം വാഹനമൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ റിസപ്ഷനിൽ വഴക്കൊക്കെ ഉണ്ടാക്കുകയായിരുന്നു അമ്മയും. ജീവനും ഒരു സീറ്റിലൊക്കെ വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും മിൻഹുവിന്റെ അമ്മ അവിടെ എത്തിയിട്ട് ജീവന്റെ സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇത് എന്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് അവളുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്നു. ഇവിടെ എത്തിയ എല്ലാവരും തന്നെ പണം അടച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയുവാനെന്ന് ചോദിച്ചുകൊണ്ട് ജീവണും അമ്മയുടെ എതിരായിട്ടൊക്കെ സംസാരിക്കുന്നു. പക്ഷെ സൂമിനായിരുന്നു അമ്മയുടെ അടുത്ത് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് അവളെ അവിടെ നിന്ന് പിടിച്ചു മാറ്റിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ആദ്യത്തെ കാഴ്ചയിൽ തന്നെ അമ്മയ്ക്ക് ജീവനെ ഇഷ്ടമില്ലാതാകുകയും സോമിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുകയും ചെയ്തു. സാറ്റർഡേ ആയിട്ട് പോലും വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ജൂറാൻ. വീട്ടിൽ നിന്നും ജൂറാൻ ഒരു കോളും വരുന്നു. കുട്ടീനെ ചൂറാന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടായിരുന്നു ചൂറാൻ വന്നിട്ടുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ കുട്ടിയാകട്ടെ വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെക്കുകയാണ്. ഹസ്ബൻഡ് വീട്ടിലില്ല എന്നൊക്കെ മനസ്സിലാക്കുന്ന ചൂറാനും പെട്ടെന്ന് തന്നെ ഒരു ടാക്സി ഒക്കെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകാനായിട്ട് നോക്കുന്നു. പക്ഷേ വഴിയിലാകെ ബ്ലോക്ക് ആയിരുന്നു. കുഞ്ഞ് കരയുന്നത് കാണുന്ന ജൂറാനാകട്ടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കുമാണ് ഒരു ബൈക്കില് ലിയും അവിടെ എത്തുന്നത്. ജൂറാനും ലീയുടെ അടുത്ത് സഹായമൊക്കെ ചോദിച്ച് കഴിയുമ്പോഴത്തേക്കും ലിയും ജൂറാനെ വീടിന് മുമ്പിലായിട്ടൊക്കെ കൊണ്ടുപോയി ഇറക്കുന്നു. വീട്ടിലെത്തുന്ന ജൂറാനും ഹസ്ബൻഡ് മകൾക്ക് നൂഡിൽസ് ഒക്കെ കൊടുക്കുന്നത് കാണുകയാണ്. കുഞ്ഞിനെ നോക്കി വീട്ടിലിരിക്കത്തില്ലായിരുന്നു എന്നൊക്കെ ജൂറാൻ ഹസ്ബൻഡിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡ് ആകട്ടെ ഇന്ന് സാറ്റർഡേ ആയിട്ട് പോലും നീ വർക്കിന് പോയല്ലോ, അങ്ങനെ പോകാതെ ഇവിടെ ഇരുന്നാൽ പോരായിരുന്നു എന്നൊക്കെയാണ് തിരിച്ച് അവളുടെ അടുത്ത് ചോദിക്കുന്നത്.
അപ്പോഴേക്കും അവൾക്കൊരു വയറുവേദനയും തോന്നുന്നു. സൂമനും സ്പീഡില് നീറ്റായിട്ടൊക്കെ ക്യാരറ്റ് മുറിക്കുന്നത് അമ്മ ശ്രദ്ധിക്കുകയാണ്. അമ്മയും സൂമിനെ പുകഴ്ത്തുന്നു. ഇനി ചിവണിനെ നോക്കി കഴിയുമ്പോഴത്തേക്കും ചിവൺ പതിയെയൊക്കെ ആയിരുന്നു ക്യാരറ്റൊക്കെ മുറിച്ചുകൊണ്ടിരുന്നത്. നീ ഇങ്ങനെയൊക്കെ മുറിക്കുകയാണെങ്കിൽ നാളെ പോലും കറി ഉണ്ടാക്കുവാൻ സാധിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞ അമ്മ കളിയാക്കുമ്പോഴത്തേക്കും ചിവണാകട്ടെ എന്റെ ബോയ് ഫ്രണ്ടിന് കുക്ക് ചെയ്യുവാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ 2 ദിവസത്തേക്ക് അവൻ എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നോളും. ആ ഒരു സമയം കൊണ്ട് ഈ ഒരു കറിയൊക്കെ ഞാൻ ഉണ്ടാക്കിയാൽ മതിയെന്നായിരുന്നു അമ്മയുടെ അടുത്ത് തിരിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പണ്ട് കാലത്തുണ്ടായിരുന്ന ആണുങ്ങളാകട്ടെ അടുക്കളയിൽ പോലും കയറുകയില്ലായിരുന്നു എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ആണുങ്ങൾക്ക് കയറാമല്ലോ എന്നൊക്കെ അവളും തിരിച്ചു ചോദിക്കുന്നു. ഇനി കുക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഷെഫ് എത്തിയതിനു ശേഷം ജീവന്റെ കുക്കിംഗ് ഒക്കെ കാണുവാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പുകഴ്ത്തിയിട്ടൊക്കെ പോകുന്നു. ജീവൻ ശരിക്കും കുക്ക് ചെയ്യുവാനൊക്കെ വളരെ പിന്നിലായിരുന്നു. മിൻഹ്വാന്റെ അമ്മയായിരുന്നു അവളെ കൊണ്ട് ഓരോരോ കുക്കിംഗ് ഒക്കെ ചെയ്യിച്ചിട്ടുമുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്താണ് ഇപ്പോൾ ഇത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊക്കെ അവൾക്ക് ചെയ്യുവാനും സാധിക്കുന്നത്. കാണുവാൻ ഭംഗിയുണ്ടെങ്കിലും രുചിയൊന്നും ഉണ്ടാക്കുകയില്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അമ്മയും അതിൽ കുറച്ചെടുത്ത് കഴിച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഷെഫ് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആയിരുന്നു അതിനും ഉണ്ടായിരുന്നത്. അതായത് മിൻഹ്വാന്റെ അമ്മയാകട്ടെ ഇവിടെ വന്ന് പഠിച്ചിട്ട് അതേ കാര്യങ്ങളൊക്കെ ജീവണ് പിന്നീട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെഫ് ഉണ്ടാക്കുന്ന അതേ രീതിയിലൊക്കെ ഉണ്ടാക്കുവാൻ ജീവണും പഠിച്ചു. സൂമനും ജീവണും കൂടി ഒന്നിച്ച് കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവിടേക്ക് മിൻഹ്വാൻ എത്തുകയാണ്. ജീവൺ വിളിച്ചിട്ട് വന്നതായിരുന്നു മിൻഹ്വാനും. പക്ഷെ എന്തിനാണ് വിളിപ്പിച്ചതെന്ന കാര്യം മിൻഹ്വാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവളാകട്ടെ ഫാമിലി ഡിന്നറിന് ഇടുവാനായിട്ടുള്ള ഡ്രസ്സൊക്കെ മേടിക്കുവാനാണ് മിൻഹ്വാൻ എത്തിയിട്ടുള്ളത് എന്നൊക്കെ അറിയിക്കുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും മിൻഹ്വാനും മൊത്തത്തിലൊന്ന് ഞെട്ടുന്നു. നമുക്ക് എത്രയും വേഗം ഫാമിലിനെ കാണുവാനായിട്ട് പോകണമെന്നൊക്കെ ജീവണും മിൻഹ്വാന്റെ അടുത്ത് പറയുന്നുണ്ട്. ജിഹുക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡ്യൂട്ടി ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് വല്ലതും ആവശ്യമായിട്ടുണ്ടോ എന്നൊക്കെ ജിഹുക്കിന്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണ്. എന്തൊക്കെയാണ് ആ ഒരു ഐറ്റംസ് എന്നൊക്കെ അറിഞ്ഞാൽ കൊള്ളാമെന്ന് ജിഹുക്കിനുണ്ടായിരുന്നു. അങ്ങനെ അവനും അത് നോക്കുമ്പോഴത്തേക്കും അതിലൊരു മാലയൊക്കെ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. മിൻഹ്വാൻ പണ്ട് ജീവണ്ണ മാലയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിനെ കുറിച്ചും അവൻ ഓർക്കുന്നു. ജീവണ്ണ വില കൂടിയ ഒരു ബാഗൊക്കെ നോക്കി എടുക്കുന്നുണ്ട്. അത് കാണുമ്പോഴത്തേക്കും മിൻഹ്വാനും ഇതിന് ഭയങ്കര വിലയൊക്കെ ആകുമെന്ന് അവളുടെ അടുത്ത് പറയുന്നുണ്ട്. പക്ഷെ അവളാകട്ടെ മിൻഹ്വാന്റെ അമ്മയ്ക്ക് ഒരുപാട് സ്റ്റാൻഡേർഡ് ഒക്കെ ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുമ്പിൽ വില കളയുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ സെയിൽസ് ഗേളിനോട് കൂടി പറയുന്നു. മാത്രമല്ല ഞങ്ങൾ രണ്ടുപേരും UNK കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതൊരു അഭിമാന പ്രശ്നം ആയതുകൊണ്ട് തന്നെ മിൻഹ്വാനും അവൾ പറയുന്ന സാധനങ്ങളൊക്കെ തന്നെ മേടിച്ചു കൊടുക്കാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവൾ മിൻഹ്വാനെ കൊണ്ട് പല പല കടകളിലൂടെ കയറി ഇറങ്ങുകയാണ്. മിൻഹ്വാന്റെ കുറെ പണമൊക്കെ അവൾ തീർക്കുന്നു. പണ്ട് ഇതുപോലെ അമ്മേനെ കാണുവാനായിട്ട് പോകുവാൻ നേരത്ത് അമ്മയ്ക്ക് ഭയങ്കര സ്റ്റാൻഡേർഡ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ചീപ്പായിട്ടുള്ള ക്ലോത്ത്സ് ഒന്നും ഇട്ടുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് വരരുതെന്ന് മിൻഹ്വാൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവൻ അവന്റെ കാർഡും അവൾക്ക് നൽകി. പക്ഷെ അന്നാകട്ടെ അവൾ ആ ഒരു കാർഡൊന്നും ഉപയോഗിക്കുവാനായിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെ അവന്റെ പണമൊന്നും തീർക്കാതിരിക്കുവാനായിട്ടൊക്കെ അവൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവനാകട്ടെ ആ ഒരു പണം എല്ലാം തന്നെ സോമിന് വേണ്ടി ചിലവാക്കി. ഈ ഒരു തവണ അതേ അബദ്ധം പറ്റാതിരിക്കുവാനായിട്ടാണ് അവൾ നോക്കുന്നത്. മിൻഹ്വാനും ജീവണും കൂടി ചേർന്നിട്ട് ഫാമിലി ഡിന്നറിനെ കുറിച്ച് പിന്നീട് സംസാരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു ഉൺഹോന്റെ ഒരു കോളൊക്കെ ജീവണ് വരുന്നത്. ജീവണും ആദ്യം ഫോണൊന്നും എടുക്കാതൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു ഷെഫ് അല്ലേ ഉൺഹോ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം മിൻഹ്വാനും ഫോണൊക്കെ എടുക്കുന്നു. ഞാൻ ജീവന്റെ ബോയ് ഫ്രണ്ട് ആണ്. നീ ജീവന്റെ പഴയ ഫ്രണ്ട് അല്ലേ? ഞാനും ജീവണും കൂടി ഒരു ഫാമിലി ഡിന്നർ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നിന്റെ റെസ്റ്റോറന്റിൽ വരികയാണെങ്കിൽ നീ ഡിസ്കൗണ്ട് ഒക്കെ നൽകുമോ എന്നായിരുന്നു മിൻഹ്വാനും ഉൺഹോയുടെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഏജയും ഫ്രണ്ട്സും കൂടി ജീവന്റെ അടുത്ത് ക്ഷമയൊക്കെ ചോദിക്കുവാനായിട്ടായിരുന്നു ഉൺഹോനെ കൊണ്ട് കോൾ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ജീവനോട് സംസാരിക്കാൻ പോലും ഉൺഹോയ്ക്ക് സാധിച്ചിട്ടില്ലല്ലോ. എന്തായാലും സൂമിൻ ഒരു തവണ ഞങ്ങളെ പറ്റിച്ചു. അവളെ ഒരിക്കലും ഞങ്ങൾ വെറുതെ വിടുവാനായിട്ട് തീരുമാനിച്ചിട്ടില്ല എന്നൊക്കെ ഏജിയും പറയുന്നു. ജീവൻ ഉടനെ തന്നെ വിവാഹം കഴിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവൾക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ഒക്കെ നൽകിയാലോ എന്ന് ഏജിയുടെ അടുത്ത് ഉൺഹോയും ചോദിക്കുകയാണ്. അപ്പോഴേക്കും ജീവണും അവനെ കോൾ ചെയ്യുന്നു. മിൻഹോൻ പറഞ്ഞതൊന്നും തന്നെ നീ കാര്യമാക്കേണ്ടതില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കും ഒന്നുമില്ലെങ്കിലും നീ എന്റെ ഫസ്റ്റ് ലവ് അല്ലേ? അതുകൊണ്ട് തന്നെ നിനക്ക് വേണ്ടി ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു തരുവാൻ ഞാൻ തയ്യാറാണെന്നായിരുന്നു ഉൺഹോയും ജീവന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശൻ ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുകയാണ്. മുത്തശ്ശനെ കാണുവാനായിട്ടായിരുന്നില്ല, മറിച്ച് യൂറേനെ കാണുവാനായിട്ടായിരുന്നു ചീഹുക്ക് അവിടെ എത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. നിന്റെ ജീവണിനേക്കാളും ഒരുപാട് ബെറ്റർ ആയിട്ടുള്ള ഒരാളാണ് യൂറ എന്നൊക്കെ പറഞ്ഞിട്ട് യൂറേനെ കുറിച്ച് മുത്തശ്ശൻ പുകഴ്ത്തുന്നുമുണ്ട്. എനിക്ക് ജീവന്റെ അടുത്ത് ഫീലിങ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അവളെ കുറിച്ച് ഒന്നും സംസാരിക്കരുതെന്നൊക്കെ ചിഹുക്ക് പറയുമ്പോഴത്തേക്കും മുത്തശ്ശനാകട്ടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ജീവൻ ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഒക്കെ ഉള്ളതാണ്. നീ അവൾക്ക് വേണ്ടി വില്ലയും ഷിപ്പും ഫർവാക്സും ഒക്കെ ഉപയോഗിച്ചത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മുത്തശ്ശനും പറയുന്നു. നീ അവൾക്ക് വേണ്ടി ഡ്രോൺസ് വരെ പറത്തിയല്ലേ? ഞാൻ ഇതെല്ലാം തന്നെ അറിയുന്നുണ്ട്. 6 ലക്ഷത്തോളം എംപ്ലോയീസ് ഉള്ള നമ്മുടെ കമ്പനീനെ അടുത്ത 40 വർഷത്തോളം നീ വേണം നോക്കുവാൻ.
അങ്ങനെയുള്ള നീയാണല്ലോ പ്രണയത്തിന്റെ പിറകെയൊക്കെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞ് മുത്തശ്ശനും അവനെ കളിയാക്കുന്നു. അവൻ മരിച്ച സമയത്ത് നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവൻ അറിഞ്ഞിട്ടില്ല. എങ്കിൽ പോലും ഇവരൊക്കെ എത്രത്തോളം വിഷമിച്ചിട്ടുണ്ടാകുമെന്ന് അവനും ഊഹിച്ചെടുക്കുന്നു. അങ്ങനെ ഈ ഒരു വീഡിയോ ഒക്കെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.